ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ 2:4 വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. പെറ്റമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഈശോനാഥൻ നമ്മളോട് പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ശാന്തത വെടിയരുത്. അപ്പോൾ ദുരിതങ്ങളെല്ലാം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ദുരിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് നമ്മൾ വരുത്തി വയ്ക്കുന്ന ദുരിതങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില വിഷമങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈഗോ, ആദ്യമായിട്ട് ഈഗോ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ നമ്മൾ ഈഗോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. നമ്മൾ കുറയാൻ സമ്മതിക്കുന്നില്ല. ഈശോ പറയുന്നു, സ്നാപയോനാൻ പറയുന്നു, ഞാൻ കുറയണം, ഈശോ വളരണം. അതായത് നമ്മൾ ചെറുതായാലേ ഈശോയ്ക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ടു വരുന്ന ദുഃഖങ്ങൾ എന്തൊക്കെയായിരിക്കും? മദ്യപാനത്തിന് അടിമപ്പെടും, അഹംഭാവം, ഫിലിപ്പിയൻസ് 2 പറയുന്നത് പോലെ മാത്സര്യം, ദുരഭിമാനം, മുറുമുറുപ്പ്, തർക്കം, സ്വന്തം ഇഷ്ടം മാത്രം നോക്കുക, എപ്പോഴും ദേഷ്യം, മറ്റുള്ളവരെ വിധിക്കുക എന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എവിടെ കൊണ്ടെത്തിക്കും? കുടുംബത്തെ തകർക്കും, നമ്മുടെ ബന്ധുമിത്രാദികളെ അകറ്റും, നമ്മുടെ അയൽപ്പക്കക്കാരെ അകറ്റും, മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെക്കാളും വലുതാകണമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുത്ത് ഫൈനാൻഷ്യലായിട്ടുള്ള ബർഡൻ അത് നമ്മൾ ചെയ്തു വയ്ക്കും. എന്നിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തും. അതാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മളായിട്ട് വീട്ടിലേക്ക് ഒരു പ്രശ്നങ്ങളും കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നമ്മിലേക്ക് ഒരു പ്രശ്നങ്ങളും കൊണ്ടുവരരുത്. ഈ മുന്നേ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ അസുഖങ്ങൾക്ക് കാരണമാകും. പിന്നെ ഒന്നുണ്ട്, ദൈവം തരുന്ന ഒരു ദുരിതങ്ങൾ വരും. കാരണം അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അതെന്തൊക്കെയായിരിക്കും? ചിലപ്പോൾ ആക്സിഡൻറ്റ്, സഡൻ ആക്സിഡൻറ്റ്, അസുഖം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയായിട്ടുള്ള പ്രശ്നങ്ങൾ. നമുക്ക് മനസ്സിലാകില്ല ഇത് എവിടുന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് ഓരോ ദുരിതങ്ങളും വരുമ്പോൾ കർത്താവ് പറയുന്നു, പ്രഭാഷകൻ 2:11, കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. അതായത് നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്താം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപങ്ങളും, നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതലുള്ള പാപങ്ങൾ ഇന്ന് വരെയും ഉള്ള പാപങ്ങൾ ഒരു പ്രാവശ്യം നമുക്കൊന്ന് വിശുദ്ധിയോടുകൂടി കുമ്പസാരിച്ച് നോക്കാം. നമുക്ക് എന്തുമാത്രം വിടുതൽ കിട്ടുമെന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പറയുന്നു 3:6, അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അന്ന് തുടങ്ങി പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് സ്നാപക യോഹന്നാനോടാണ് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞത്. ഇന്ന് നമുക്ക് ഈശോയുടെ പ്രതിപുരുഷന്മാരായ അച്ഛന്മാരുണ്ട്. അവരോട് നമ്മൾ നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും വിടുതൽ കിട്ടണം. അപ്പോഴാണ് ഈശോ നമ്മളെ ആശീർവദിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. പുറപ്പാട് 14:14 പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതായത് ഈശോ പറയാണ്, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാൻ യുദ്ധം ചെയ്യും, നീ ശാന്തമായിട്ടിരിക്കെ. നിങ്ങൾ ശാന്തരാവുക, ഞാൻ ദൈവമാണെന്നറിയുക. കർത്താവിന് എന്തെല്ലാം നമ്മളോട് പറയാനുണ്ടെന്നറിയോ? 1 പത്രോസ് 5:6 പറയുന്നു, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കണ്ടോ, എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. അതിന് നമ്മൾ വചനം വിശ്വസിക്കണം. വചനം വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ സ്വീകരിച്ചാലേ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് വിശ്വസിച്ച് നമ്മളിത് പ്രത്യേകം മനസ്സിലാക്കണം. 1 പത്രോസ് 5:6, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്.
അപ്പോൾ നമുക്കിന്ന് കേട്ട വചനങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ ദുരിതങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തി നമുക്ക് ശാന്തതയോടുകൂടെ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാം. കാരണം നമ്മൾ ജനിച്ചത് തന്നെ കർത്താവിനെ നിഷ്കളങ്കമായി സ്തുതിക്കുവാനും പരിശുദ്ധിയോടുകൂടി ജീവിക്കാനല്ലേ. കർത്താവ് എത്ര സന്തോഷിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.